തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടുത്ത വെടിപൊട്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അന്ന് കർണാടകയിലെ മഹാദേവപുരയായിരുന്നുവെങ്കിൽ ഇത്തവണ കർണാടകയിലെ തന്നെ അലന്താണ് വിവാദത്തിന് നടുവിലുള്ളത്. അന്ന് 1 ലക്ഷത്തിലേറെ വ്യാജ വോട്ടുകൾ നിയമവിരുദ്ധമായി ചേർത്തെന്നായിരുന്നു വാദം. ഇത്തവണ ഇരുട്ടിന്റെ മറവിൽ കാണാതായ 6000 വോട്ടർമാരുടെ വിഷയമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. പലതവണ മുന്നറിയിപ്പ് നൽകിയ ഹൈഡ്രജൻ ബോംബല്ല ഇതെന്നും ചെറിയ സാമ്പിൾ മാത്രമാണെന്നും രാഹുൽ പറയുന്നുണ്ട്. ഏറെ വിചിത്രവും ആശങ്കാജനകവുമായ വോട്ട് തട്ടിപ്പുകളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ പുറത്തുവിട്ടിരിക്കുന്നത്. സത്യത്തിൽ അന്നാ രാത്രി അലന്തിൽ സംഭവിച്ചതെന്താണ്? രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ ആശങ്കപ്പെടുത്തേണ്ട ആ തട്ടിപ്പിന്റെ കഥകളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കർണാടകയിലെ കലബുറഗി ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് അലന്ത്. കോൺഗ്രസും ബി.ജെ.പിയും ജനതാദളുമെല്ലാം മാറി മാറി ജയിക്കുന്ന ചരിത്രമുള്ള മണ്ഡലം. നിലവിലെ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ ബി.ആർ. പാട്ടീൽ 4 തവണ നിയമസഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണിത്. 4 തവണയും 4 പാർട്ടികളുടെ ടിക്കറ്റിലാണ് പാട്ടീൽ സഭയിലെത്തുന്നതെന്നതാണ് രസകരമായ കാര്യം. 1983 ആദ്യമായി പാട്ടീൽ നിയമസഭയിലെത്തുന്നത്. അന്ന് ജനതാ പാർട്ടി നേതാവായിരുന്നു അദ്ദേഹം. അടുത്ത തെരഞ്ഞെടുപ്പിലും ജനതാ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് തോറ്റു. പിന്നീട് ജനതാദളിലേക്കും അവിടെ നിന്ന് ജനതാദൾ യുവിലേക്കും കൂടുമാറി. ഒടുവിൽ JDS വഴി 2004 വീണ്ടും നിയമസഭയിലെത്തി. അടുത്ത തവണ കോൺഗ്രസുകാരനായി തോറ്റു. 2013 മുതിർന്ന നേതാവ് BS യെദ്യൂരപ്പ BJP വിട്ട് കർണാടക ജനതാ പക്ഷം എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം കൂടി. വീണ്ടും അലന്ത് MLA ആയി. 2018 കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ വീണ്ടും പരാജയം. വെറും 697 വോട്ടിനായിരുന്നു BJPയുടെ സുഭാഷ് ഗുട്ടേധാറിനോട് തോറ്റത്. 2023 കോൺഗ്രസിൽ തന്നെ ഉറച്ചുനിന്ന് ഒരിക്കൽ കൂടി ജനവിധി തേടിയ പാർട്ടിയിൽ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സിറ്റിംഗ് MLA തറ പറ്റിക്കുകയായിരുന്നു. ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിന് കാരണമുണ്ട്. വിഷയത്തിലേക്ക് വരും മുൻപ് മണ്ഡലത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ അത് ആവശ്യമാണ്. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അലന്ത്. പലപ്പോഴും 300, 600, 1000, 2000 ഒക്കെ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മണ്ഡലത്തിൽ പലരും ജയിച്ച് നിയമസഭ കണ്ടത്. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലം, നിർണായകമായൊരു മുസ്ലിം വോട്ട് ബാങ്കും ഇവിടെയുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലുകളിലേക്ക് വരാം. ഒറ്റ രാത്രി കൊണ്ട് 6018 പേരുകൾ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അസാധാരണമാം വിധം നീക്കം ചെയ്യപ്പെട്ടതാണ് രാഹുൽ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്നാൽ വളരെ യാദൃച്ഛികമായാണ് ഈ നീക്കം പിടിക്കപ്പെടുന്നത്. അലന്തിലെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ തന്റെ അമ്മാവന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായി കണ്ടെത്തുന്നു. ആരാണ് വോട്ട് ഡിലീറ്റ് ചെയ്തതെന്ന് പരിശോധിച്ചപ്പോൾ അമ്മാവന്റെ തൊട്ടയൽപ്പക്കാരനാണ് പ്രതിയെന്ന് കണ്ടെത്തുന്നു. എന്നാൽ രസം കിടക്കുന്നത് അവിടെയല്ല. വോട്ട് ഡിലീറ്റ് ചെയ്തയാളും ഡിലീറ്റ് ചെയ്യപ്പെട്ടയാളും അത്തരമൊരു സംഗതിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നേയില്ല. സാധാരണ ആരെങ്കിലും മരിച്ചാലോ വീട് മാറിപ്പോയാലോ ഒക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ ഏത് വോട്ടർക്കും അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ബൂത്ത് ഓഫീസർ അഥവാ BLOയെ സ്ഥലത്തേക്ക് അയക്കും. ഡിലീറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന വോട്ടർക്കോ മരിച്ചവരാണെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ വിശദീകരണം നൽകാനുള്ള അവസരവും ലഭിക്കും. എന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും അലന്തിലെ കേസിൽ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രവുമല്ല, അമ്മാവന്റെ പേര് നീക്കം ചെയ്തതിനെക്കുറിച്ച് BLO അയൽവാസിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. വോട്ട് നീക്കം ചെയ്തയാളും നീക്കം ചെയ്യപ്പെട്ടയാളും അറിയാതെ നടന്ന ദുരൂഹമായ നടപടി. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് രാഹുൽ വിശദീകരിക്കുന്നത്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, വളരെ ആസൂത്രിതമായി നടന്ന പരിപാടിയാണ്. വ്യാജ അക്കൗണ്ടുകളിലൂടെ ഓട്ടോമാറ്റിക്കായാണ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അതും കർണാടകയ്ക്ക് പുറത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നമ്പറുകളിൽ നിന്ന്. കൃത്യമായും കോൺഗ്രസ് വോട്ടർമാരെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത്. കോൺഗ്രസ് വിജയിക്കുന്ന ബൂത്തിനെ പ്രത്യേകം ലക്ഷ്യമിട്ട് നടന്ന നീക്കം. രാഹുൽ തുടരുന്നു. വോട്ട് ഡിലീറ്റ് ചെയ്തവരെയും ഡിലീറ്റ് ചെയ്യപ്പെട്ടവരെയും സ്ക്രീനിൽ പ്രദർശിപ്പിച്ചായിരുന്നു രാഹുലിന്റെ പ്രസന്റേഷൻ. ഇതേ ബൂത്തിലുള്ള ഗോധാബായി എന്ന വയോധികയുടെ പേരിൽ വ്യാജ ലോഗിൻ ID ഉണ്ടാക്കി 12 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമമുണ്ടായി. ഇത് പിടിക്കപ്പെടുകയും ചെയ്തു. ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് തനിക്ക് ഒരു വിവരവുമില്ലെന്ന് പ്രസ് മീറ്റിൽ പ്രദർശിപ്പിച്ച വീഡിയോയിൽ ഗോധാബായി വ്യക്തമാക്കുന്നുണ്ട്. സൂര്യകാന്ത് എന്നു പേരുള്ള വോട്ടർ 14 മിനിറ്റ് കൊണ്ട് 12 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തതാണ് മറ്റൊരു കേസ്. 12 ഡിലീഷൻ ഫോമുകളാണ് 14 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹം പൂരിപ്പിച്ചത്. എന്നാൽ സൂര്യകാന്തിനെ തന്നെ വേദിയിൽ കൊണ്ടുവന്നു രാഹുൽ. അദ്ദേഹത്തിന് പറയാനുള്ളത് അവിടെ വെളിപ്പെടുത്താനും ആവശ്യപ്പെട്ടു. താൻ ആരുടെയും വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് തനിക്ക് ഒരു വിവരവുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. അടുത്തതാണ് ഏറെ കൗതുകമുണർത്തുന്ന സംഭവം. നാഗരാജ് എന്നയാളുടെ പേരിൽ വെറും 36 സെക്കൻഡിനകം 2 അപേക്ഷകളാണ് സമർപ്പിക്കപ്പെട്ടത്. പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവമെല്ലാം നടക്കുന്നതെന്നാണ് അതിലേറെ ദുരൂഹതയുണർത്തുന്നത്.